ആ കൊള്ളാല സാധനം. നമ്മുടെ ലക്ഷ്മണ രേഖ 2.0 സന്ദീപ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മേക്കിംഗ് വീഡിയോയിലേക്ക് നേരെ കിടക്കാം. സമയൊട്ടും കളയുള്ള വേഗം പോവാം. കൂട്ടുകാരെ, അപ്പോൾ ഷിജ പറഞ്ഞ പോലെ നമ്മൾ ലക്ഷ്മണ രേഖ 2.0യിലേക്ക് കിടക്കുകയാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റം എന്താണെന്ന് വെച്ചാൽ മോഷൻ സെൻസർ തെഫ്റ്റ് അലാമാണ്. അത് നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പോണൻസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഐറ്റം ഒരു PIR മോഷൻ സെൻസറാണ്. രണ്ടാമത്തെ യൂസ് ചെയ്യുന്ന ഐറ്റം ഒരു ട്രാൻസിസ്റ്റർ. അടുത്ത ഐറ്റം ഒരു ഡയോഡ് ഉണ്ട്. ലാസ്റ്റത്തെ ഐറ്റം ഒരു ബസറാണ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ മോഷൻ സെൻസർ അലാമിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ ഡീറ്റെയിൽ നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ മെയിൻ കമ്പോണൻറ്റ് ഒരു PIR സെൻസറാണ്. എൻ്റെ മെയിൻ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പാസീവ് ഇൻഫ്രാറെഡ് സെൻസറാണ് സംഭവം. ഇതിൻ്റെ ഈ ടോപ്പിലൊരു ഇത് കാണുന്നുണ്ടല്ലോ, ഒരു ലെൻസ് പോലെ. ഇത് മാറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലത്തെ മെയിൻ സെൻസർ നമുക്ക് കാണാൻ പറ്റും. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്, ഈ ക്യാപ്പ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടി മാക്സിമം IR റേഡിയേഷൻസ് പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയാണ്. നമുക്ക് ഏകദേശം ഒരു 7 മീറ്ററോളം ദൂരത്തു നിന്നുള്ള തരംഗങ്ങൾ നമുക്ക്, അതായത് മോഷൻസ് നമുക്ക് ഇതിലേക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ബാക്ക് വശത്തായിട്ട് നമുക്ക് സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ ടൈം ഡിലേ വരുത്താനുള്ള ഓപ്ഷനുണ്ട്. അത് ടൈം ഡിലേ നമുക്കൊരു 3 സെക്കൻഡ് മുതൽ 5 മിനിറ്റ് വരെ നമുക്ക് ടൈം ഡിലേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതുകൊണ്ട്. ഓക്കെ, നമുക്ക് ഇനിയിപ്പോൾ ഈ ഐറ്റം വെച്ച് മോഷൻ സെൻസർ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുകയാണെന്നൊക്കെ നോക്കാം. അപ്പോൾ നമ്മുടെ PIR മോഷൻ സെൻസറിലേക്ക് ട്രാൻസിസ്റ്ററിൻ്റെ 2 ലെഗ് കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യണമെന്ന് നോക്കാം. നമ്മുടെ ഇതിന് ഡയോഡ് നമ്മുടെ VCCയിലേക്ക് ഒന്ന് സോൾവ് ചെയ്ത് പിടിപ്പിക്കാം. അടുത്തത് നമ്മുടെ ബസർ സർക്യൂട്ടിലേക്ക് നമുക്ക് പിടിപ്പിക്കാം. ഇനി നമ്മുടെ 5 വോൾട്ട് DC പവർ സപ്ലൈ നമുക്ക് സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യാം. നമ്മുടെ ബ്ലാക്ക് വയർ ഗ്രൗണ്ടിലേക്കാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പവർ സപ്ലൈയുടെ റെഡ് നമ്മുടെ ഡയോഡിൻ്റെ ഏറ്റവും അറ്റത്തും, പിന്നെ ബ്ലാക്ക് വയർ ഗ്രൗണ്ട് ബോട്ടിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടേക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കുള്ളതൊന്ന് ടെസ്റ്റ് ചെയ്യിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കേട്ടില്ലേ, നമ്മുടെ സർക്യൂട്ടിൻ്റെ അത് ഓക്കെയാണ്. അപ്പോൾ സക്സസ് ആണ് നമ്മുടെ സംഭവം. നമുക്കത് പുറത്ത് കൊണ്ടുപോയി വെച്ചൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ കുറച്ച് നേരം മുമ്പ് നമ്മൾ ഒരാൾ നടന്നപ്പോൾ മെഷീൻ ടെസ്റ്റ് ചെയ്ത് അലാം അടിച്ചത് കണ്ടു. ഇനിയിപ്പോൾ നമുക്കൊരു വുഡൻ സർഫസിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, വുഡൻ സർഫസിൽ ഇത് ഡിറ്റക്റ്റ് ആകുന്നില്ല. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു മെറ്റൽ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒന്ന് വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. മെറ്റൽ വയ്ക്കുമ്പോൾ നമുക്കിത് ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത് നമുക്കൊരു പ്ലാസ്റ്റിക് പോലത്തെ ഏതെങ്കിലും ഐറ്റം നോക്കാം. ഒരു കീബോർഡ് വെച്ച് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. അതിൻ്റെ കീബോർഡിൽ ഒരു മെറ്റൽ സർഫസ് ഉള്ള കാരണമാണ് അത് ഡിറ്റക്റ്റ് ചെയ്തത്. ഒരു ഗിറ്റാർ വെച്ച് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഗിറ്റാറിൻ്റെ മോഷനും സെൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ അതേ ടെമ്പറേച്ചർ വേരിയേഷൻ തന്നെ ഏതെങ്കിലും ഐറ്റംസ് ഇതിൻ്റെ ഫ്രണ്ടിൽ വെച്ചാൽ നമുക്കത് സെൻസ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കിത് വെച്ച് മനസ്സിലാക്കാം. നമുക്ക് ഇതിൻ്റെ ഒരു പരീക്ഷണം കൂടെ നടത്താം. ഒരു മാലയിൽ നമുക്കൊരു പരീക്ഷണം നടത്തി നോക്കാം.
ഇല്ല, മലയിൽ ഇത് ഡിറ്റക്റ്റ് ആകുന്നില്ല. ഓക്കെ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ലക്ഷ്മി രേഖ 2.0 വർക്ക് ചെയ്ത് കണ്ടല്ല. നമ്മൾ വർക്ക് ചെയ്തു, വിജയിച്ചു, ആൾ മൂവ് ചെയ്തു, സെൻസർ അടിച്ച്. നമുക്കൊരു തെഫ്റ്റ് അലാറത്തിൻ്റെ രണ്ടാമത്തെ വേർഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ലാസ്റ്റ് പറഞ്ഞിരുന്നു ഒരു പുതിയൊരു സാധനമായിട്ട് വരുന്നു, ലക്ഷ്മി രേഖ 2.0 ആയിട്ട് വരുമെന്ന് എന്തായാലും പറഞ്ഞിരുന്നു. ഇതാ നമ്മുടെ എത്തി ലക്ഷ്മി രേഖ 2.0. പക്ഷേ ഇവന് ചില പോരായ്മകളൊക്കെ ഉണ്ട്. ഇവർ പറയണത് ഇപ്പോൾ AR സെൻസറിൻ്റെ ഇവരുടെ സൈറ്റിൽ കയറിയാൽ തന്നെ അറിയാം കുറേ കാര്യങ്ങൾ. അതായത് നമ്മുടെ വുഡൻ ഐറ്റംസ് ഒന്നും പിടിക്കില്ലെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എയറിൻ്റെ മോഷൻ നമ്മുടെ ബോഡി ടെമ്പറേച്ചറായിട്ടും ഈക്വൽ ആണെങ്കിൽ ഇതിൻ്റെ ഒരുവിധം എല്ലാ മോഷൻസും, അതായത് വുഡൻ പിടിക്കും, മെറ്റൽസ് പിടിക്കുന്നുണ്ട്. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മാത്രമല്ല, നമ്മുടെ ടെമ്പറേച്ചറായിട്ട് സാമ്യമുള്ള എന്തെങ്കിലും ഐറ്റം ഇതിന് മുമ്പിലൂടെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം ഡിക്റ്റേറ്റ് ചെയ്ത് സെൻസ് ചെയ്ത് എടുക്കുന്നുണ്ട്. അതൊരു പോരായ്മയാണോ എന്നറിയില്ല. ഇതിനേക്കാൾ നല്ല സെൻസറുകൾ, വില കൂടിയ സെൻസറുകൾ വിപണിയിലുണ്ട്, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മാത്രം സ്കാൻ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കിത് ഒരു പരീക്ഷണം മാത്രമാണ് ഇവിടെ കാണിച്ചത്. അപ്പോൾ അതിനുവേണ്ടി ഇത് കോസ്റ്റ് കുറഞ്ഞ ഒരു PR സെൻസർ, മോഷൻ സെൻസർ മാത്രമാണ് ഇവിടെ എടുത്തത്. പിന്നെ നമുക്കിത് അലാറം അല്ലാണ്ട് വേറെ രീതിയിൽ ഈ സാധനം അപ്ലൈ ചെയ്യാം. അതായത് അലാറത്തിന് പകരം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ലൈറ്റ് സിസ്റ്റമായിട്ട് ഓൾറെഡി ഇതിൻ്റെ മുമ്പിൽ എന്തെങ്കിലും ഒരു മോഷൻ ഡിക്റ്റേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ലൈറ്റും തെളിയുന്ന രീതിയിലൊന്നും വേണമെങ്കിൽ നമുക്ക് ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്തായാലും വീണ്ടും അടുത്ത വീഡിയോയുമായി ഉടനെ കാണും വരെ ബലൂൺ വിട പറയുന്നു. സലാം.